എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഷാനവാസ് ആണെങ്കിൽ ബിന്നിയും ഷാനവാസും കൂടി തമ്മിൽ ഒരു മുട്ടം വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ആ ഒരു വഴക്കിൻ്റെ ഇടയിൽ മാവ് ദേഹത്തേക്ക് തൂറ്റി അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചിട്ട് ഇന്നലെ വീക്കെൻഡിൽ വന്ന സമയത്ത് ലാലേട്ടൻ ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ബിന്നിയാണ് ആദ്യം വന്ന് ചൊറിഞ്ഞത്. പിന്നീട് ഷാനവാസ് മാന്തി പൊളിച്ചു എന്ന് മാത്രമല്ല, ഷാനവാസ് ശരിക്കും ഭയങ്കരമായിട്ട് ഓവറായിരുന്നു. ഷാനവാസ് മാത്രമല്ല, ബിന്നി അതിലേറെ ഓവറായിരുന്നു എന്ന് എടുത്ത് പറയാതെ വയ്യ. ശരിക്കും നമ്മുടെ ഷാനവാസിന്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഷാനവാസ് എല്ലാവരെയും വീട്ടിലിരിക്കുന്നവരെ പോയി പറയൂ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ഉടമയാണ്. പക്ഷെ അത് വളരെ മോശം. വീട്ടിലിരിക്കുന്നവരെ പറയേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്താലേ എന്നെ മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ, എൻ്റെ വീട്ടുകാരെ പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഷാനവാസിന്റെ കാര്യത്തിലും പറയാനുള്ളത്. ഷാനവാസിന് ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരെ പറയൂ, അവരുടെ വീട്ടിലിരിക്കുന്ന ആളുകളെ പറയേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ബിന്നിയും മോശക്കാരിയൊന്നുമല്ല. ബിന്നി പറയാണ്, നിനക്ക് നിന്റെ ഭാര്യയോട് പറയുന്ന രീതിയിൽ നീ ഇവിടെ ഉള്ളവരടുത്ത് സംസാരിക്കരുത്, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കരുത് എന്നാണ് ഷാനവാസിനോട് ബിന്നി പറഞ്ഞിരിക്കുന്നത്. സംഭവം ബിന്നി പറഞ്ഞത് വേറൊന്നുമല്ല, പിന്നെ വീട്ടിലെ ഭാര്യയോട് ആജ്ഞാപിക്കുന്നത് പോലെ പുറത്തുള്ള സ്ത്രീകളോട് ആജ്ഞാപിക്കരുത്, സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ലേഡി ക്യാപ്റ്റൻ ആയത് ഷാനവാസിന് പിടിച്ചില്ല, അതുകൊണ്ടാണ് ഷാനവാസ് അവിടെ കിടന്ന് അങ്ങനെ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ ബിന്നി പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ബിന്നിയുടെ ഭാഗത്തും തെറ്റുണ്ട്, ഷാനവാസിന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഷാനവാസിന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുന്നു, അനീഷിനും പറയുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ക്യാപ്റ്റൻ ജയിലിൽ പൂട്ടിയിരിക്കുന്ന മത്സരാർത്ഥികളെ തുറന്നു വിട്ടുകൊടുക്കുകയാണ് സാമാന്യ മര്യാദ എന്ന് പറയുന്നത്. ഇത് പുള്ളിക്കാരത്തി അവിടെ വന്ന് ഇടുന്ന ഷോ ഓഫ് കാണിക്കുകയാണ്. പുള്ളിക്കാരത്തി പറയുകയാണ്, ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറയുകയാണെങ്കിൽ തുറന്നു കൊടുക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ആരെങ്കിലും പറയോ ബിന്നി? അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ അത് പറഞ്ഞില്ല. അതേക്കുറിച്ചിട്ട് ബിന്നി ലാലേട്ടനോട് പറയുന്നതെന്ന് വെച്ചാൽ, അത്യാവശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ക്ഷണം സോറി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കാര്യം സാധിക്കാനായിട്ട് പോയേനെ. അതായത് ആ ഒരു ജയിലും തുറന്നു കൊടുത്തേനെ. അപ്പോൾ അത്യാവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കും സോറി പറയാൻ തയ്യാറാവാത്തത് എന്നാണ് ബിന്നി പറയുന്നത്. ബിന്നി ഒരു ഡോക്ടറല്ലേ, ബിന്നിക്ക് എത്ര വിവരമുണ്ട്. ബിന്നി ആണെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഇതേ രീതിയിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള രീതിയിൽ മാപ്പ് പറയാനായിട്ടൊക്കെ പറഞ്ഞാൽ ബിന്നി ആണെങ്കിൽ പറയുമോ? ആരും പറയില്ല. അപ്പോൾ അതാണ് അവിടെ മെയിനായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഭയങ്കര വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു ബിന്നിയും ഷാനവാസും കൂടി തമ്മിൽ. അപ്പോൾ ആ ഒരു സമയത്ത് രണ്ട് കൂട്ടരും വീട്ടിലിരിക്കുന്ന ആളുകളെയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടുപേരും പച്ചത്തറി വിളിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ലൈവിൽ ശബ്ദം മ്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലെ നിന്റെ ഭർത്താവിനെ പോയി പറയുക, നിന്റെ ഭർത്താവ് ഒരു പെൺകോന്തനാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഷാനവാസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ. ഇപ്പോൾ നൂബിനെ പറയേണ്ട കാര്യമില്ല. ബിന്നി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഗെയിമിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതേ നാണയത്തിൽ നിങ്ങൾ മറുപടി കൊടുക്കുക എന്നല്ലാതെ അവരുടെ വീട്ടിലിരിക്കുന്ന ഭർത്താവിനെയും അച്ഛനെയും അമ്മയെയും പറയാനുള്ള ഒരു ബാധ്യതയും അല്ലെങ്കിൽ ഒരു ലൈസൻസും ഷാനവാസിന് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ബിന്നി ഷാനവാസിന്റെ ഭാര്യയെ പറയാനോ അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ളവരെ പറയേണ്ട യാതൊരുവിധ ഉത്തരവാദിത്വവും ബിന്നിക്കുമില്ല. അവരവരുടെ ഭാഗം മാത്രം ക്ലിയർ ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ ഈ ഗെയിം വളരെ മനോഹരമായിട്ട് പോരും. അതായത് ഇത്രയും ദിവസമായി, ഇനി 10-35 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എന്നിട്ടും ഇപ്പോഴും ഇവിടെ കിടന്ന് അടിയും പിടിയും വഴക്കും ഒക്കെയാണ്. ഇത് ഏത് രീതിയിലായി ഗെയിം മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബിന്നിയുടെ ഭർത്താവ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഈ പെങ്കോന്തൻ എന്ന് പറയുന്ന കാര്യത്തിനെ ന്യായീകരിക്കാനല്ല, പെങ്കോന്തൻ എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിനെ വിമർശിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡ് ന്യൂബിൻ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കാം. നിങ്ങൾ 2 ദിവസം മുമ്പ് ഷാനവാസും ബിന്നിയും തമ്മിലുള്ള വഴക്ക് നിങ്ങൾ ലൈവിൽ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അവിടെ എന്താ നടന്നിട്ടുള്ളത്. അന്ന് മീൻസ് ആ ഒരു ഫൈറ്റ് മാത്രമല്ല ഉദ്ദേശിച്ചത്, അതിന് മുമ്പുള്ള കാര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ പോലെ നിങ്ങൾ കുറച്ച് പേരെയും കണ്ടു കാണും. അപ്പോൾ അതിന് മുമ്പേ എനിക്കൊരു നല്ല പേരിട്ടായിരുന്നു പെൺകോന്തെന്ന്. അപ്പം എന്നോട് ഇവിടെ പോയപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു, നീ അത് പോകുമ്പോൾ ചോദിക്കണം അങ്ങനെയാണ്. അപ്പം ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചില്ല. കാരണം ഇതൊരു ഗെയിം ഷോ ആണ്, ഞാൻ അതിലൊരു ഗസ്റ്റ് ആണെന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഞാൻ അല്ലാതെ ഒരു കാര്യത്തിനെപ്പറ്റി ഞാൻ ഇടപെട്ടില്ല. അവരാണല്ലോ ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. ഞാൻ അവിടെ പോയിട്ട് മാന്യമായിട്ട് തിരിച്ചു വന്നതാണ് എൻ്റെ വിശ്വാസം. അതിന് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, അല്ലാതെ കാണുന്നു മാന്യത പറഞ്ഞു, മാന്യത ഇല്ലാതെ ഞാൻ പെരുമാറിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എൻ്റെ വിശ്വാസം അങ്ങനെയാണോ. മുമ്പ് ഷാനവാസ് പെൺകോന്തെന്ന് ഇങ്ങനെ ഒരു 50 തവണയല്ല അതിൽ കൂടുതൽ വിളിച്ചു. അപ്പം എല്ലാവരും പറയും ബിന്നി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേ. ബിന്നി എന്താണ് പറഞ്ഞത്? ബിന്നി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസെ നീ നിന്റെ വീട്ടിൽ ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞങ്ങളോട് പറയരുത്. അതിലെന്താണ് കുറ്റം? ഈ ഉള്ള ആൾക്കാർ കൂടെ അവൻ്റെ പെങ്ങന്മാരോ അങ്ങനെയുള്ള ആൾക്കാർ ആരും അവൻ അവൻ്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവരുടെ അടുത്ത് പറയുന്നത് പറഞ്ഞുള്ളൂ, അത്രേ ഉള്ളൂ. അതിനവൻ ഈ പെൺകോന്തെന്ന് വിളിക്കാൻ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. അവൻ ചിലപ്പം ചിലപ്പോൾ എൻ്റെ യൂട്യൂബിൽ കണ്ടെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മീനെയും അതുപോലെ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. പെരയാഴ്ച വരും, അതുപോലെ കുക്കിങ്ങിന് പോകും, അങ്ങനെ എല്ലാ പണിക്കും ഞാൻ പണ്ട് പോലെ നോക്കിയിരുന്ന ആ ആൾ ഞാൻ കല്യാണം കഴിച്ചു, എൻ്റെ വൈഫിനെ നോക്കും. നിങ്ങൾ കുറേ ആൾക്കാർ അവളുടെ ലൈഫിൽ തന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അവൾക്ക് എന്താണ്, അവൾക്ക് കുറച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. മീൻസ് അവൾക്ക് എങ്ങനെ കെയർ ചെയ്യണം അങ്ങനെയൊന്നും അറിയില്ല. അപ്പം ഞാൻ
എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് അവളെ ഹെൽപ്പ് ചെയ്യും. കാരണം വെച്ചാൽ ഞാനും വർക്കിന് പോകുന്നുണ്ട്, അവളും വർക്കിന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫീൽഡിനെ പറ്റി അറിയില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് ചിലപ്പോൾ അവരവിടെ പോയി മേക്കപ്പ് ചെയ്ത് എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞ് പോകുന്ന മതിയെന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചില സീൻസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഫാൻ പോലും ഇടാതെ നമ്മൾ വേർത്ത് പിടിച്ച് ആകെ നാശമായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല ഈ ലേഡീസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് നായികമാരാകുമ്പോൾ മിക്കവാറും കരയണം, ദേഷ്യം. അപ്പോൾ നമുക്ക് നമ്മുടെ മെന്റലി തന്നെ ഇങ്ങനെ ഒരു സാധനം വരും. അപ്പോൾ ഞാൻ അവൾക്ക് കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ട്. അപ്പോൾ അവൾ വരുമ്പോൾ രാത്രി 11 മണിക്ക് ചില ദിവസങ്ങൾ മിക്കവാറും നൈറ്റാവും. അപ്പോൾ ഞാൻ അവൾക്ക് ഓഫ് വരുമ്പോൾ ഞാൻ മാക്സിമം ഞാൻ പണി നോക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇത്രയും ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ. അപ്പം അവരുടെ പാർട്ണറിൽ വെച്ച് അവൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് അത്രയും പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണോ അവൻ ഷാനവാസ് എന്നെ പെൺകൊന്ന് വിളിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പം അവൻ അങ്ങനെ ആയിരിക്കും. അവൻ ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ വൈഫിനെ അമ്മേനെയൊക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത്. ഇവൻ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കില്ലായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അവൻ്റെ വീട്ടുകാർ അടിമകളെ നോക്കി നോക്കുന്നത് എല്ലാം അങ്ങനെയാണ്. ഞാൻ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനത്തെ എന്താണ് എൻ്റെ വീട്ടുകാരെയും ഇവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള പേരിൽ അവനെ പെൺകൊന്ന് വിളിക്കണം. ഞാൻ സന്തോഷപൂർവ്വം ഞാൻ കേൾക്കും. അപ്പൊ നൂബിൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ വീഡിയോ ക്ലിപ്പാണ്. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ടൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നൂബിൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, അതായത് പുള്ളിക്കാരൻ നൂബിൻ ആണെങ്കിൽ ചെറുപ്പം തൊട്ടേ വീട്ടുകാരെയൊക്കെ അടുക്കള പണിയൊക്കെ സഹായിക്കുന്ന ആളാണ്, ക്ലീനിങ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ്. വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് നൂബിൻ. അപ്പോൾ ആ ഒരു സമയത്ത് നൂബിൻ വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടിട്ടുള്ള ആരോ ആണ് ഇത്തരത്തിൽ നൂബിൻ പെൺകോന്തനാണ് എന്നുള്ള കാര്യം പറഞ്ഞത് എന്നാണ് പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഷാനവാസ് ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കണം നൂബിനെ പെൺകോന്തൻ എന്ന് വിളിച്ചത് എന്നാണ് നൂബിൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിന്നി പറഞ്ഞു, ഷാനവാസ് തിരിച്ചു പറഞ്ഞു. അല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ ഫോളോ ചെയ്യുന്ന ആളാണ് ഷാനവാസ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ അത്യാവശ്യം തിരക്കൊക്കെയുള്ള വ്യക്തി തന്നെയാണ് ഈ ഷാനവാസും. അപ്പോൾ ഷാനവാസിന് ഇപ്പോൾ കുത്തിയിരുന്ന് മറ്റൊരു സീരിയൽ ആർട്ടിസ്റ്റിൻ്റെ ചാനലിൽ കയറി വീഡിയോസ് ഒന്നും കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു പക്ഷേ അയാളുടെ അപ്പഴത്തിൻ്റെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കാം. പക്ഷെ ബിന്നിയും വളരെ മോശമായിട്ട് സംസാരിച്ചു. ബിന്നി സംസാരിച്ചതും ശരിയല്ല, ഷാനവാസ് സംസാരിച്ചതും ശരിയല്ല. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഒരുപാട് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ലൈവ് ഉണ്ട്. ഇത് 24 മണിക്കൂറും ജനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വഴക്ക്, അടി, പ്രശ്നങ്ങൾ മുഴുവനും ജനങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ബിന്നി ആണെങ്കിൽ ഒരു ഡോക്ടർ കൂടിയാണ്. അപ്പോൾ ബിന്നി കുറച്ചുകൂടെയൊക്കെ വാക്കുകൾ കൺട്രോൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത്രയാണ് എനിക്ക് പറയാനുള്ള ഈ ഒരു വിഷയത്തിൽ. പിന്നീട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ബിന്നിയുടെ ഭർത്താവിനെ പെൺകോന്തൻ എന്ന് വിളിച്ചത് ബിന്നിയുടെ വീട്ടിൽ അയാൾ വീട്ടുകാര്യങ്ങൾ ചെയ്തു തരുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അത് ഷാനവാസിന് അറിയാൻ സാധിക്കുമോ എന്തോ. ഇനി ബിന്നി പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇനി നമ്മുടെ വീട്ടിലെ പണികളെല്ലാം ഈ നൂബിനാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ബിന്നി അവിടെ വട്ടം പൊട്ടിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷേ ബിഗ് ബോസിനുള്ളിൽ നിന്നപ്പോൾ എനിക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. ഈ പെൺകോന്തൻ എന്ന് പറഞ്ഞ വാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ഭാര്യയെ വേണമെങ്കിൽ ഒക്കത്ത് തട്ടിക്കൊണ്ട് എടുത്തുകൊണ്ട് നടക്കാം, തോളിലിട്ടുകൊണ്ട് നടക്കാം, കുറുക്കെ എടുത്തുകൊണ്ട് നടക്കാം, വേണമെങ്കിൽ വായിലൊരു കുപ്പിപ്പാലും വെച്ച് കൊടുക്കാം. ഓക്കെ, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്, അവരവരുടെ പ്രൈവസിയാണ്. പക്ഷെ അത് ചെയ്യേണ്ടത് അവരവരുടെ വീടിനുള്ളിലാണ്, അല്ലേ? അല്ലാണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിട്ട് നൂബിൻ ആന, ബിന്നി പാപ്പാൻ, നൂബിൻ ഇങ്ങനെ കൊച്ചുകുട്ടികളെ കണക്ക് ബിന്നിയെ മുതത്തിരുത്തിക്കൊണ്ട് മുട്ടുകാലിൽ എഴഞ്ഞു പോകുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ദഹിക്കണം എന്നൊന്നുമില്ല. ചില ആളുകൾക്ക് അത് ഒട്ടും പിടിക്കത്തില്ല. അപ്പോൾ ഈ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചിലപ്പോൾ ഉള്ളിൽ ഇരുന്നിട്ടായിരിക്കണം ഷാനവാസ് നിന്റെ ഭർത്താവ് ഒരു പെങ്കോന്തനാണ്, ആ പെങ്കോന്തനോട് പോയി പറ എന്നുള്ള ഡയലോഗ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും നൂബിന് വളരെയധികം അസ്വസ്ഥനാക്കി. നൂബിൻ അതിനെക്കുറിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പുരുഷൻ പെങ്കോന്തനാണ് എന്ന് പറയുമ്പോൾ ആ ഒരു പുരുഷന് വിഷമം തോന്നും. അപ്പോൾ അത് സ്വാഭാവികം മാത്രമാണ്. അതുപോലെ ഷാനവാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷാനവാസിൻ്റെ വൈഫിനെ പറഞ്ഞില്ലേ ബിന്നി, അപ്പോൾ അയാൾക്കും അത് വിഷമം തോന്നില്ലേ? അപ്പോൾ വിഷമങ്ങളെല്ലാം ഒരു കൂട്ടർക്ക് മാത്രമായാൽ കൊള്ളത്തില്ലല്ലോ, എല്ലാവർക്കും വിഷമമൊക്കെ തുല്യതയല്ലേ? അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബിന്നി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ കുറച്ച് വകതിരിവ് ബിന്നി ഡോക്ടർക്ക് ഈ പറയുന്ന നൂബിൻ പറഞ്ഞു കൊടുത്താൽ വളരെ നന്നായിരിക്കും. കാരണം വകതിരിവെന്ന് പറയുന്നത് ഒരു ശകലവും ഇല്ല ബിന്നിക്ക്. ബിന്നി എന്ന് പറയുന്ന നായികയെ എനിക്കിഷ്ടമാണ്. ബിന്നിയുടെ കഥാപാത്രങ്ങളെ അതിലേറെ ഇഷ്ടമാണ്, അഭിനയം അതിനേക്കാളേറെ ഇഷ്ടമാണ്. പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ബിന്നിയുടെ ക്യാരക്ടർ വളരെ മോശം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ നൂബിൻ അത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതൊരു ഗെയിമാണ്, ഇത് വെറും ഒരു റിയാലിറ്റി ഷോ മാത്രമാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് മത്സരാർത്ഥികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ അവർ പരസ്പരം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു നിന്നിരിക്കും. അതിനെ ഏറ്റുപിടിച്ച് ഇങ്ങനെ ലൈവിൽ വന്നിരുന്നിട്ട് അതൊരു വിഷയമാക്കി ഇടേണ്ട കാര്യമുണ്ടോ? അത് ആ ഒരു ഷോയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേ അതവർ മറക്കും. മനസ്സിൽ വെച്ചിട്ട് പെരുമാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിനെ ചൊല്ലിയിട്ട് നൂബിൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ബിന്നിയും നല്ല രീതിയിൽ തിരിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതേക്കുറിച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.